ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രൂണിയുടെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഈ മക്രൂണി വേവിപ്പിക്കുന്നതിനാവശ്യമായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണോ എന്താണ് നമ്മളെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ മക്രോണിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് ആ സമയത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ മക്രോണി തമ്മിൽ പെട്ടെന്ന് കട്ട പിടിക്കുന്ന രീതിയിൽ ഒട്ടിപ്പിടിക്കും. അതൊന്ന് വേവുന്ന സമയം വരെ നമുക്ക് ഇപ്പുറത്തെ ഒരു മസാല ഉണ്ടാക്കുക. അടുത്ത സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെക്കുക. അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു നല്ല വലിപ്പമുള്ള ഒരു സവാള, ചെറുതാണെങ്കിൽ ഒരു 2 എടുക്കാം. അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇട്ടൊന്ന് ഇളക്കണം. ഇനി അതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ പേസ്റ്റാണുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉള്ളി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കണം. തക്കാളി ഒന്ന് വെന്ത് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇനി ആ സമയം കൊണ്ട് മക്രോണി ഒന്നും കൂടി ഇളക്കി അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിച്ചു. ഇളക്കി അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇപ്പുറത്തുള്ള മസാല നന്നായിട്ട് ഉള്ളി തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നല്ല സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമായ എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല. ഇനി കുറച്ച് ചിക്കൻ മസാല, നമ്മളടുത്ത് ബീഫ് മസാലയാണ്, നമ്മൾ ബീഫാണ് ഇതിന് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചിക്കനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് പോകുന്ന വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ പൊടികളെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി. ഇനി അതിലേക്ക് മാഗി ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. എന്താ വെച്ചാൽ ഓൾറെഡി മാഗി ക്യൂബിന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനോ മുട്ടയോ ബീഫോ ഈ സമയത്ത് നമ്മളെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ചിക്കൻ വേവുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി മക്രോണി വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ മുഴുവൻ പോകുന്ന രീതിയിൽ ഊറ്റിയെടുക്കാം. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് ആ മസാലയിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മക്രോണീൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല എത്തുന്ന രീതിയിൽ, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ മക്രോണി തയ്യാറായിട്ടുണ്ട്. നല്ല ഈസി ആക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി